ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തമിഴിൽ കണ്ട പോലെ ഒരു കെട്ടിയിട്ട് പോരുന്ന കുതിരയെ വാങ്ങി. ആ കുതിരയെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മള് അതൊന്നുമല്ല, അത് ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു സാധനമാണ് നമ്മൾ മെയിനായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ സർപ്രൈസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു. ഒന്നുമില്ല, വളരെ ചെറിയൊരു ടോയ് ആണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കൊടുത്തതാണ് ഒരു റീച്ച് കിട്ടാൻ വേണ്ടി. ഇതിനായിട്ടുള്ള സംഭവം വെച്ചാൽ നമ്മളൊരു ഐഫോൺ 12 Pro എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 12 Pro എടുത്തിട്ടുണ്ട്. ഇപ്പം അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി ഒക്കെ? അപ്പോൾ ഇനിയുള്ള നമ്മളെ വീഡിയോ ഒക്കെ അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. എന്നുവെച്ചാൽ കഴിവും വേണമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോകളൊക്കെ അടിപൊളിയായിരിക്കും. ഇനി വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ സംഗതികളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ബോക്സ് മാത്രമാണ്. ഐഫോൺ 12 Pro വാങ്ങിയപ്പോൾ ഒരു ബോക്സ് മാത്രമാണ് കിട്ടിയത്. പിന്നെ ചാർജർ അതിൻ്റെ കൂടെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ചാർജർ സെപ്പറേറ്റ് ഞാൻ 20 amps ഒരു ചാർജർ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബോക്സിൽ നമുക്ക് ഒരു ഫോണും പിന്നെ അതിൽ ഒരു സിമ്മ് ഊരുന്ന പിന്നും പിന്നെ ഒരു ആപ്പിൾ ലോഗോ ഒരു കാറ്റലോഗും ഇത്രയാണുള്ളത്. വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സാണ്. പിന്നെ ഒരു ചാർജർ കേബിൾ ഉണ്ട്. സി ടൈപ്പ് ചാർജർ കേബിളാണ്. അപ്പോൾ സി ടൈപ്പ് 20 amps ചാർജ് ചെയ്യാൻ പറ്റും. 20 wattsൻ്റെ അഡാപ്റ്റർ ചാർജർ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അപ്പോൾ ഫോണും ഒരു കേബിളും പിന്നെ ഇതിൻ്റെ ലോഗോയും ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. ചാർജറൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അത് വല്ലാത്തൊരു പണിയായി. ഇതാണ് നമ്മുടെ ഫോണ്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ സിൽവർ കളറാണ് പറഞ്ഞിരുന്നത്, പക്ഷെ സൈഡിൽ സിൽവർ വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിൽ ഒരു വൈറ്റ് സിൽവർ മിക്സാണ്. എന്താണെന്നറിയില്ല അതങ്ങനെ വന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഇതിൻ്റെ. പിന്നെ ഇത് ഡ്യുവൽ സിമ്മാണ്. പക്ഷെ ഒന്ന് ഇ സിമ്മാണ്. ഒന്ന് ഇ സിമ്മാണ് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്താൽ 14 വെർഷൻ ഐഫോൺ പിന്നെ ആപ്പിൾ 14 വെർഷനാണ് ഇതിൽ റൺ ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ വേറെന്താ പറയാനുള്ളത്? സാധാരണ ഐഫോൺ പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ 3 മാസത്തേക്ക് പിന്നെ ആപ്പിൾ TVയുടെ ഒരു സബ്സ്ക്രിപ്ഷനും പിന്നെ അത് കൂടാണ്ട് ആപ്പിൾ ആർക്കേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 months ഗെയിമിംഗ് സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ പൊളി തന്നെ. ഇനി കുറച്ച് ഉപയോഗിക്കട്ടെ. ക്യാമറയൊക്കെയാണ് എൻ്റെ കിടിലൻ ഷോട്ടുകളൊക്കെയാണ് നല്ല കിടിലനായിട്ട്. ക്യാമറ അടിപൊളി എന്ന് തന്നെ പറയാം. ക്യാമറയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനം. കണ്ടോ, ഇതിങ്ങനെ ചെയ്താൽ വേണ്ട വൈഡ് ആംഗിളും പിന്നെ സ്റ്റെബിലിറ്റി അപാര സ്റ്റെബിലിറ്റിയാണ് ഇതിന് വരുന്നത്. അപാര സ്റ്റെബിലിറ്റിയാണ്. വീഡിയോ ഞാൻ 1-2 വീഡിയോ ഒക്കെ എടുത്തിരുന്നു, അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇതിലാണ്, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ്. ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.